നമസ്കാരം. മലയാളം SART ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഡേസിച്ചെടി എന്ന പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സ്നേഹമാണഖിലസാരമൂഴിയിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സ്നേഹിക്കയുണ്ട് നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. ഇതോ? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇത് കേട്ടിട്ടുണ്ടോ? സ്നേഹത്തെക്കുറിച്ച് പറയുന്നതാണല്ലേ. സ്നേഹമാണ് ഈ ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് അടിസ്ഥാനം എന്നാണ് മഹാന്മാരൊക്കെ പറയുന്നത്. പരസ്പര സ്നേഹം, അതിലൂടെ ലഭിക്കുന്ന അംഗീകാരം അതിന് പ്രത്യേക സൗന്ദര്യമാണ്. അത്തരമൊരു സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് ഡേസിച്ചെടി. നാട്ടിൻപുറത്ത് പാതയോരത്തുള്ള ആ സുന്ദരമായ വീടിന് മുന്നിൽ ഒരു പൂന്തോട്ടമുണ്ട്. ചുറ്റും വേലി കെട്ടി ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു കുഴിയുടെ വക്കത്ത് പച്ചപ്പുല്ലുകൾക്കിടയിലായി ഒരു ഡേസിച്ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ ഡേസിച്ചെടി എവിടെയാണ് വളർന്നു വന്നത്? നാട്ടിൻപുറത്തെ, അതായത് ഗ്രാമത്തിലെ പാതയോരത്തുള്ള വഴിയരികിലുള്ള സുന്ദരമായ വീടിന് മുന്നിലെ പൂന്തോട്ടത്തിൽ. ആ പൂന്തോട്ടം വേലിയൊക്കെ കെട്ടി ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. അവിടെ ഒരു കുഴിയുടെ വക്കത്ത് പച്ചപ്പുല്ലുകൾക്കിടയിലായി ഈ ഡേസിച്ചെടി വളർന്നു വന്നു. കുഴിയുടെ അരികിലുള്ള പച്ചപ്പുല്ലുകൾക്കിടയിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് അത് നന്നായി വളർന്നു വന്നു. ഒരു പ്രഭാതത്തിൽ അതിലൊരു പൂവിടർന്നു. നടുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ള നിറവുമുള്ള പൂവ്. അപ്പോൾ നല്ല സൂര്യപ്രകാശമൊക്കെയുള്ള സ്ഥലമായതുകൊണ്ട് ഡേസിച്ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വന്നു. പിന്നെ അതിലൊരു പൂവും ഉണ്ടായി. പൂവ് എങ്ങനെയുള്ളതാണ്? നടുവിൽ മഞ്ഞ നിറം, പിന്നെ ചുറ്റും വെള്ള ഇതളുകൾ. പുല്ലിനിടയിൽ തന്നെ ആരും കാണില്ലല്ലോ എന്ന് ഡേസി ചിന്തിച്ചില്ല. സംതൃപ്തിയോടെ അവൾ സൂര്യന് അഭിമുഖം നിന്നു. അന്തരീക്ഷത്തിലുയർന്ന വാനമ്പാടിയുടെ സംഗീതം കേട്ടു രസിക്കുകയും ചെയ്തു. താൻ ചെറുതാണ്, തന്നെ ആരും ശ്രദ്ധിക്കില്ലല്ലോ എന്ന വേവലാതിയൊന്നും ഡേസിച്ചെടിക്കുണ്ടായിരുന്നില്ല. ഈ മണ്ണിൽ തനിക്കും ഒരിടമുണ്ടായല്ലോ എന്ന സന്തോഷത്തോടെ ആ കുഞ്ഞു ചെടി സൂര്യനെ നോക്കി നിന്നു. വാനമ്പാടിയുടെ സംഗീതം കേട്ടു രസിച്ചു. പൂ വിചാരിച്ചു, എനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട്. സൂര്യൻ എൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നു. കാറ്റ് എനിക്ക് ഉമ്മ തരുന്നു. ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ്. അപ്പോൾ തനിക്ക് ലഭിക്കുന്നതെല്ലാം അനുഗ്രഹമാണ് എന്ന് കരുതുകയാണ് ഡേസിച്ചെടി. സൂര്യൻ നൽകുന്ന പ്രകാശവും കാറ്റ് നൽകുന്ന ഉമ്മയും ഒക്കെ അവൾ ആസ്വദിച്ച് സ്വീകരിച്ചു. തോട്ടത്തിൽ പല ചെടികളും അഹന്തയോടെ തല ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ്. നിറമുള്ളവയും വലിപ്പമുള്ളവയും തമ്മിൽ മത്സരിച്ച് ശ്രദ്ധിക്കപ്പെടാൻ തല ഉയർത്തി നിൽക്കുന്നു. വേലിക്ക് സമീപമുള്ള ഡേസിയെ ആരും ശ്രദ്ധിച്ചില്ല. പൂന്തോട്ടമാണല്ലേ, അപ്പോൾ നിറയെ പൂക്കളുണ്ട്. പലതരത്തിലുള്ള പൂക്കൾ. പല ചെടികളും അഹന്തയോടെ തല ഉയർത്തി നിൽക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അഹന്തയ്ക്ക് കാരണം, അഹങ്കാരത്തിന് കാരണം? അവയ്ക്ക് നല്ല വലിപ്പമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാവരും ശ്രദ്ധയോടെ നോക്കുന്നതാണ് അതിൻ്റെ വലിപ്പവും നിറവും സുഗന്ധവും ഒക്കെ കാരണം. അപ്പോൾ പല വലിപ്പത്തിലുള്ള ആകർഷകമായ നിറമുള്ള നല്ല സുഗന്ധമുള്ള തേൻ നിറഞ്ഞ പലതരത്തിലുള്ള പൂക്കൾ അവിടെയുണ്ട്. അതൊക്കെ വളരെ അഹന്തയോടെ അഹങ്കാരത്തോടെ നിൽക്കുകയാണ് തല ഉയർത്തിയിട്ട്. തങ്ങളാണ് ഏറ്റവും മികച്ചത് എന്ന ചിന്തയോടെ, ഏറ്റവും ഭംഗിയുള്ളത് തങ്ങൾക്കാണെന്ന് ആണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ്. സുഗന്ധ മണമാണല്ലേ, നല്ല മണമുള്ളവയ്ക്ക് ഒരു പക്ഷേ വലിപ്പം കുറവായിരിക്കും അല്ലേ. മുല്ലപ്പൂവൊക്കെ കാണാൻ ചെറുതാണല്ലേ, എന്തൊരു സുഗന്ധമാണ്. നിറമുള്ളവയും വലിപ്പമുള്ളവയും തമ്മിൽ മത്സരിച്ച് ശ്രദ്ധിക്കപ്പെടാൻ തല ഉയർത്തി നിൽക്കുന്നു. വേലിക്ക് സമീപമുള്ള ഡേസിയെ ആരും ശ്രദ്ധിച്ചില്ല. വീണുകിടക്കുന്നവയെ ആരും പൊതുവെ ശ്രദ്ധിക്കാറില്ല അല്ലേ. ചവിട്ടി നടന്നു പോവുകയാണ് പതിവ്. പക്ഷേ ലോകം ശ്രദ്ധിക്കാതെ പോകുന്നവരെയാണ് കലയും സാഹിത്യവും ശ്രദ്ധിക്കുന്നത്.
കേട്ടിട്ടില്ലേ വീണപൂവ് എന്ന കവിത? കുമാരനാശാൻ എഴുതിയ. ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയെ നീ, ശ്രീഭൂവിലസ്ഥിര അസംശയമിന്നു നിന്റെ ആഭൂതിയെങ്ങു പുനരെങ്ങ് കിടപ്പിതോർത്താൽ. ഇപ്പോൾ വീണ് കിടക്കുന്ന പൂവിനെ കണ്ട് കവി ചൊല്ലിയതാണ്. ഒരു വാനമ്പാടി ശബ്ദിച്ചുകൊണ്ട് താഴെ ഇറങ്ങി. അതിനു മുമ്പായിട്ട് ഡേസി ചെടിയെ പരിചയപ്പെടുത്താം. കണ്ടോ, ഇതാണ് ഡേസി പൂവ്. നടുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ള ഇതളുകളും. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ശരി, ബാക്കി നോക്കാം. ഒരു വാനമ്പാടി ശബ്ദിച്ചുകൊണ്ട് താഴെ ഇറങ്ങി. അത് പറന്നു വന്നത് ഡേസിയുടെ അടുത്തുള്ള പുല്ലിലേക്കാണ്. വാനമ്പാടി ചുറ്റും പാടിക്കൊണ്ട് നൃത്തം ചെയ്തു. എന്നിട്ട് സ്വയം പറഞ്ഞു, എന്ത് മാർദ്ദവമുള്ള പുല്ല്! സ്വർണ്ണഹൃദയവും വെള്ളിയുടുപ്പും ഉള്ള എത്ര മനോഹരമായ കൊച്ചുപൂവ്! ഡേസിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പക്ഷി പൂവിന് ഉമ്മ കൊടുത്തു, പാട്ടുപാടി, എന്നിട്ട് നീലാകാശത്തിലേക്ക് പറന്നുയർന്നു. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവിടെ ഒരു വാനമ്പാടി വരികയാണല്ലേ. ഒരു വാനമ്പാടി ശബ്ദിച്ചുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് താഴേക്ക് പറന്നിറങ്ങി. വാനമ്പാടി എന്ന് പറഞ്ഞാൽ എന്താണ്? മധുരമായി പാടുന്ന പക്ഷിയാണ്. ഇവിടെ ചിത്രത്തിൽ കാണുന്ന പക്ഷിയില്ലേ, അതെ, മധുരമായി പാട്ട് പാടുന്ന പക്ഷികളാണ് വാനമ്പാടി. നമ്മൾ പാട്ടുകാരെ വാനമ്പാടികളെന്ന് വിളിക്കാറുണ്ടല്ലേ. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട വാനമ്പാടിയാണ് ഗായിക KS ചിത്ര, അല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ പാട്ട് പാടുന്ന പക്ഷിയാണ് വാനമ്പാടി. വാനമ്പാടി എവിടെയാണ് പറന്നു വന്നിരുന്നത്? ഡേസിയുടെ അടുത്തുള്ള പുല്ലിലേക്ക്. അപ്പോൾ ആ പുല്ലിലിങ്ങനെ വന്നിരുന്നപ്പോൾ പക്ഷി സ്വയം പറഞ്ഞു, എന്ത് മാർദ്ദവമുള്ള പുല്ല്, അല്ലേ? മാർദ്ദവം എന്ന് പറഞ്ഞാൽ മിനുസം, നല്ല മിനുസമുള്ള പുല്ല്. പൂവാണെങ്കിലോ സ്വർണ്ണ ഹൃദയവും വെള്ളിയുടുപ്പും, അല്ലേ? മഞ്ഞ നിറത്തിലുള്ള വട്ടമല്ലേ ഇതിന് നടുക്കുള്ളത്. അപ്പോൾ സ്വർണം പോലെയുള്ള ഹൃദയം, വെള്ളി നിറത്തിലുള്ള ഉടുപ്പൊക്കെയുള്ള ഭംഗിയുള്ള പൂവ്. ഇതൊക്കെ കേട്ടപ്പോൾ, അല്ലേ, തന്നെ പുകഴ്ത്തുന്നത് കണ്ടപ്പോൾ ഡേസിക്ക് ഒരുപാട് സന്തോഷമായി. ഡേസിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പക്ഷി പൂവിന് ഉമ്മ കൊടുത്തു. പുകഴ്ത്തുക മാത്രമല്ല, ഡേസി പൂവിന് ഒരു ഉമ്മ കൊടുത്തു പക്ഷി. പാട്ടുപാടി കൊടുത്തു. എന്നിട്ട് നീലാകാശത്തിലേക്ക് പറന്നുപോയി. പാതി നാണത്തോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടി അവൾ തോട്ടത്തിലെ മറ്റു പൂക്കളെ നോക്കി. മറ്റു പൂക്കളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. ചിലർ അസൂയ കൊണ്ട് മുഖം തിരിച്ചു. എന്തുകൊണ്ടാണ് അവർക്കൊക്കെ കോപം വന്നത്, അസൂയ വന്നത്? ഇത്ര ഭംഗിയുള്ള, വലിപ്പമുള്ള, സുഗന്ധമുള്ള തങ്ങളൊക്കെ ഉണ്ടായിട്ടും തങ്ങളുടെ അരികിലേക്ക് വരുന്നതിന് പകരം വെറും ഒരു കുഞ്ഞു പൂവായ ഡേസിയുടെ അടുത്തേക്കാണല്ലോ വാനമ്പാടി ചെന്നത്. ഡേസി പൂവിനാണല്ലോ വാനമ്പാടി ഉമ്മ കൊടുത്തത്. ഈ കാഴ്ചയൊക്കെ അവരെ ദേഷ്യപ്പെടുത്തി, അസൂയാലുക്കളാക്കി. ഒരു കൊച്ചു പൂവായതിലും പുല്ലുകൾക്കിടയിൽ വളരാൻ കഴിഞ്ഞതിലും ഡേസിക്ക് സന്തോഷം തോന്നി. ഇല്ല, താൻ കൊച്ചു പൂവായത് കൊണ്ടാണ് തന്നെ അത് ശ്രദ്ധിച്ചത്. മറ്റ് വലിപ്പമുള്ള പൂവുകളൊക്കെ ഉണ്ടായിട്ടും കുഞ്ഞു പൂവായ തന്നെ വാനമ്പാടി ശ്രദ്ധിക്കുകയും തൻ്റെ അരികിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ അവൾ അഭിമാനം കൊണ്ടു താൻ ഒരു കൊച്ചു പൂവായി മാറിയതിൽ. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ ഇതളുകൾ മടക്കി ഉറക്കമായി. രാത്രി മുഴുവനും അവൾ സൂര്യനെയും വാനമ്പാടിയെയും സ്വപ്നം കണ്ടു. അപ്പോൾ രാത്രി അവൾ സുഖമായി ഉറങ്ങി, അല്ലേ? ഇതളുകളൊക്കെ മടക്കി സുഖമായി ഉറങ്ങി. സൂര്യനെയും വാനമ്പാടിയെയും സ്വപ്നം കണ്ടു. എന്തുകൊണ്ടാണ് അവരെ സ്വപ്നം കണ്ടിട്ടുണ്ടാവുക? അവൾക്ക് സ്നേഹവും സന്തോഷവും നൽകിയത് അവരാണ്, അല്ലേ? പിറ്റേന്ന് പ്രഭാതത്തിൽ വാനമ്പാടിയുടെ ശബ്ദം വീണ്ടും കേട്ടു. പക്ഷേ അതിൻ്റെ പാട്ട് തികച്ചും ദുഃഖപൂർണമായിരുന്നു. അതിന് കാരണവുമുണ്ടായിരുന്നു. ആ വാനമ്പാടിയെ ഒരാൾ പിടിച്ചു കൂട്ടിലാക്കി. തൊട്ടടുത്ത ദിവസം പ്രഭാതമായപ്പോഴേക്കും പക്ഷിയുടെ ശബ്ദം വീണ്ടും കേട്ടു.
ഒരുപക്ഷെ ഡേസി പൂവ് മിഴി തുറന്നത് പാട്ട് കേട്ടുകൊണ്ടായിരിക്കാം. പക്ഷേ ആ പാട്ടിൽ ദുഃഖമുണ്ടായിരുന്നു അല്ലേ? സന്തോഷത്തോടു കൂടിയുള്ള പാട്ടായിരുന്നില്ല അത്. എന്താണ് ദുഃഖത്തിന് കാരണം? പാവം പക്ഷിയെ ആരോ പിടിച്ച് കൂട്ടിലടച്ചിരിക്കുകയാണല്ലേ. സ്വതന്ത്രവും ആഹ്ലാദകരവുമായ സഞ്ചാരത്തെക്കുറിച്ചും പച്ച വയലിലെ ധാന്യമണികളെക്കുറിച്ചും ഓർത്ത് പക്ഷി വിലപിച്ചു. ആഹ്ലാദത്തോടെ നീലാകാശത്ത് പറന്ന് നടന്നിരുന്ന പക്ഷിയാണല്ലേ. ദാഹിക്കുമ്പോൾ അരുവിയിൽ പോയി വെള്ളം കുടിച്ചും വയലിൽ നിന്നും ധാന്യമണികൾ കൊത്തി തിന്നും വിശപ്പടക്കി കഴിഞ്ഞിരുന്ന വാനമ്പാടിയെ കൂട്ടിലാക്കിയിരിക്കുന്നു. അപ്പോൾ അവൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാതായി, എല്ലാ സന്തോഷവും ഇല്ലാതായി അല്ലേ. അപ്പോൾ അതിന് സ്വാതന്ത്ര്യമില്ലാതായപ്പോൾ, സന്തോഷമില്ലാതായപ്പോൾ, ആ കൂട്ടിലടക്കപ്പെട്ട അവസ്ഥയിൽ താൻ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പച്ചവയലിൽ പോയി തിന്നിരുന്ന ധാന്യമണികളെക്കുറിച്ചും ഓർത്ത് പക്ഷി കരഞ്ഞു. ആകാശത്തിൽ ഉയർന്നു പറക്കാൻ കഴിയാതെ ആ പാവം ഇടുങ്ങിയ കൂട്ടിൽ തടവുകാരനായി അല്ലെ. ജയിലിലടക്കപ്പെട്ട പോലെ കൂട്ടിലടക്കപ്പെട്ടു. അതിൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടമായി. ആകാശത്തിൽ ഉയർന്നു പറക്കാൻ പറ്റാതായി. ഡേസി ചെടി പരിസരത്തിൻ്റെ സൗന്ദര്യമൊക്കെ മറന്നു. സൂര്യൻ്റെ ഇളം ചൂടും തൻ്റെ ഇതളുകളുടെ ഭംഗിയും മറന്നു. തടവിലാക്കപ്പെട്ട പക്ഷിയെക്കുറിച്ച് മാത്രമായി ചിന്ത. തനിക്ക് അതിനെ രക്ഷപ്പെടുത്താൻ കഴിവില്ലല്ലോ എന്നും അവൾക്ക് തോന്നി. ഡേസി ചെടിയുടെ സന്തോഷമെല്ലാം ഇല്ലാതായി അല്ലേ. പരിസരത്തിൻ്റെ സൗന്ദര്യമൊന്നും അവളുടെ കണ്ണിൽ പെട്ടില്ല. സൂര്യനെ കണ്ടില്ല അല്ലേ. തൻ്റെ സൗന്ദര്യവും അവളുടെ മനസ്സിലേക്ക് വന്നില്ല. നമ്മൾ ചുറ്റുപാടും സൗന്ദര്യം കാണുന്നത് എപ്പോഴാണ്? മനസ്സിൽ സന്തോഷമുണ്ടാകുമ്പോഴാണല്ലേ. മനസ്സിൽ സങ്കടം നിറയുമ്പോൾ ചുറ്റുമുള്ളതൊന്നും കാണാൻ നമുക്ക് കഴിയില്ല കാണാൻ വേണ്ടിയിട്ട്. ഡേസി പൂവിനും അതുതന്നെയാണ് സംഭവിച്ചത്. പരിസരത്തിൻ്റെ സൗന്ദര്യമൊന്നും അവൾക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. കൂട്ടിലടക്കപ്പെട്ട കിളിയെക്കുറിച്ച് മാത്രമായി അവളുടെ ചിന്ത. അതിനെ തനിക്ക് രക്ഷപ്പെടുത്താൻ കഴിവില്ലല്ലോ എന്നോർത്തവൾ സങ്കടപ്പെട്ടു. ആ സമയം 2 ആൺകുട്ടികൾ അവിടെ എത്തി. അവർ ഡേസിക്ക് ചുറ്റും ആഴത്തിൽ മണ്ണ് വെട്ടിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ പുൽത്തകിടിയോടൊപ്പം ഡേസി കിളിയുടെ കൂട്ടിലെത്തി. ഇപ്പോൾ കൂട്ടിൽ അടയ്ക്കപ്പെട്ട കിളിക്ക് കുറച്ച് കൂടുതൽ സൗകര്യം കൊടുക്കാനായി കൂട്ടിലടച്ച കുട്ടികൾ അവിടെ എത്തി. അവിടെയുള്ള മണ്ണ് കിളച്ചെടുത്തു അല്ലേ. പുൽത്തകിടിയോടെ ഡേസി ചെടിയോടെ മണ്ണെടുത്തിട്ട് കൂട്ടിലേക്ക് കൊണ്ടുപോയി വെച്ചു. അങ്ങനെ പുൽത്തകിടിയോടൊപ്പം ഡേസിയും കൂട്ടിലെത്തി, പക്ഷിയുടെ അടുത്തെത്തി. കൂട്ടിലെ കിളി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെപ്പറ്റി ഓർത്ത് കരഞ്ഞ് ഇരുമ്പഴികളിൽ ചിറകിട്ടടിച്ചു. കൊച്ചു പൂവിനാകട്ടെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആശ്വസിപ്പിച്ച് ഒരു വാക്ക് പറയാൻ പറ്റിയതുമില്ല. രാവിലെ മുഴുവൻ അങ്ങനെ കഴിഞ്ഞു. ഒറ്റപ്പെട്ട് പൂന്തോട്ടത്തിൽ കഴിഞ്ഞിരുന്ന തനിക്ക് സന്തോഷം നൽകിയത് അല്ലെ, സ്നേഹം നൽകിയത് പക്ഷിയാണ്. അങ്ങനെയുള്ള പക്ഷി ഇപ്പോൾ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. കൂട്ടിൽ പുറത്തേക്ക് കടക്കാൻ പറ്റാതെ ചിറകിട്ടടിച്ച് കരയുന്ന പക്ഷിയെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ഡേസിപ്പൂവ് സങ്കടപ്പെട്ടു. അങ്ങനെ ഉച്ചയായി സമയം. ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല. വാനമ്പാടി കരഞ്ഞു പറഞ്ഞു. ആശ്വാസത്തിന് തണുത്ത പുല്ലിൽ കിളി ചുണ്ടമർത്തി. എന്നിട്ട് ഡേസിയുടെ നേരെ നോക്കി തലകുനിച്ച് പറഞ്ഞു. ഇപ്പോൾ വെള്ളം കിട്ടുന്നില്ല. അടച്ചു കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അതിന് കഴിക്കാൻ ധാന്യങ്ങളോ കുടിക്കാൻ വെള്ളമോ കൊടുത്തില്ല. വെള്ളം കിട്ടാതെ ദാഹിച്ച് വലഞ്ഞ് ആ തണുത്ത പുല്ലിൽ ചുണ്ട് ചേർത്ത് പക്ഷി നിന്നു. എന്നിട്ട് ഡേസി പൂവിനോട് സംസാരിക്കുകയാണ്. പാവം പൂവേ, നീയും ഇവിടെ കിടന്ന് കരിഞ്ഞു പോകുമല്ലോ. എനിക്കുണ്ടായിരുന്ന വലിയ ലോകത്തിനു പകരം നിന്നെയും ഈ പുൽത്തകിടിയെയും അവർ എനിക്ക് തന്നു. ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്. നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. കഷ്ടം, എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില ഞാൻ ഇപ്പോൾ അറിയുന്നു. എന്താണ് കിളിക്ക് നഷ്ടമായത്? പറന്നു നടക്കാനുള്ള വിശാലമായ ആകാശം അല്ലേ. വിശാലമായ ആകാശത്ത് സ്വതന്ത്രമായി പറന്നു നടന്ന് വൻമരങ്ങളിൽ ചിറകൊതുക്കി വിശ്രമിച്ച പക്ഷി, അതിൻ്റെ ലോകം ഇപ്പോൾ ഒരു
കൊച്ചുകൂട് മാത്രമായി അല്ലേ, കൂട്ടിൽ ഒതുക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ആകാശവും മരങ്ങളും പൂക്കളുമെല്ലാം ഇപ്പോൾ അവിടെയുള്ള ആ പുൽത്തകിടിയും ആ കുഞ്ഞു പൂവുമാണ്. അപ്പോൾ എന്താണ് തനിക്കുണ്ടായ നഷ്ടമെന്ന് ആ പക്ഷി തിരിച്ചറിയുകയാണ് ആ സമയം. എനിക്ക് ഈ പക്ഷിയെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഡെയ്സി വിചാരിച്ചു. വൈകുന്നേരമായി, എന്നിട്ടും ഒരു തുള്ളി വെള്ളം പോലും കിളിക്ക് കൊടുക്കാൻ ആരും എത്തിയില്ല. ചിറകുകൾ വിടർത്തി അത് ഭ്രാന്തമായി പിടഞ്ഞു അല്ലെ, ദാഹിച്ച് വലഞ്ഞു പാവം പക്ഷി. അതിന് വെള്ളം കൊടുക്കാനായി ആരും എത്തിയില്ല വൈകുന്നേരമായിട്ടും. അതിൻ്റെ പാട്ട് വിലാപമായി മാറി. മധുരമായി പാടിക്കൊണ്ടിരുന്ന പക്ഷി ഇപ്പോൾ അതിൻ്റെ കരച്ചിൽ മാത്രമേ ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുള്ളൂ. പാട്ട് പാടാൻ പറ്റുന്നില്ല അതിന്. തല പൂവിന് നേരെ ചാഞ്ഞു. ദാഹം കൊണ്ടും മോഹം കൊണ്ടും അതിൻ്റെ ഹൃദയം പൊട്ടിയിരുന്നു. എന്താ സംഭവിച്ചത്? പക്ഷിയുടെ ജീവൻ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണല്ലേ. ദാഹനീര് കിട്ടാതെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് അത് മരിക്കാറായിരിക്കുന്നു. ഡെയ്സിക്ക് തലേന്നത്തെ രാത്രി പോലെ ഇതളുകൾ മടക്കി ഉറങ്ങാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് ഉറങ്ങാൻ പറ്റാത്തത്? തനിക്ക് സ്നേഹം നൽകിയ അല്ലേ, തനിക്ക് സന്തോഷം നൽകിയ പക്ഷി ജീവൻ നഷ്ടമാകാറായിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് പൂവിന് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുക? 2 കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിലാണ് എത്തിയത്. മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു. ഒരു ശവക്കുഴിയുണ്ടാക്കി അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് ശവസംസ്കാരം നടത്തി. കുട്ടികൾ പിറ്റേന്ന് പ്രഭാതത്തിലാണ് എത്തിയത് അല്ലേ. കൂട്ടിലടച്ചതിന് ശേഷം അതിനെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് എത്തുമ്പോഴേക്കും എന്താ സംഭവിച്ചത്? പക്ഷി മരിച്ചുപോയി. അവർ കുറച്ച് കരഞ്ഞു. പിന്നീട് ഭംഗിയിൽ അതിൻ്റെ ശവസംസ്കാരം നടത്തി. അതിനാവശ്യമുള്ള സമയത്തുള്ള ഒരു സൗകര്യവും കൊടുത്തില്ല അല്ലേ, ഭക്ഷണം കൊടുത്തില്ല. അതിന് കൂട്ടിലടച്ചത് തന്നെ വലിയ തെറ്റാണ്. അപ്പോൾ അതിൻ്റെ ശവസംസ്കാരം അവർ ഭംഗിയായി നടത്തി. പുൽത്തട്ട് ഡെയ്സി ചെടിയോടൊപ്പം അവർ നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അവർക്കിനി അതിൻ്റെ ആവശ്യമില്ല അല്ലേ, അപ്പോൾ അത് വലിച്ചെറിഞ്ഞു. പക്ഷിയെ സ്നേഹിക്കുകയും സാന്ത്വനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പാവം പൂവിനെക്കുറിച്ച് ആരും ഓർത്തില്ല. പക്ഷിയെ സംസ്കരിച്ചു, പക്ഷേ പൂവിനെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയമുണ്ടായില്ല. അവർ പൂവിനെ തിരിഞ്ഞു നോക്കിയതേയില്ല. മനുഷ്യൻ്റെ സ്വാർത്ഥത ഒരു ജീവൻ ഇല്ലാതാക്കി അല്ലേ, മറ്റൊന്നിൻ്റെ സന്തോഷവും ഇല്ലാതാക്കി. പക്ഷിയുടെ ജീവൻ ഇല്ലാതാക്കി, ഡെയ്സി പൂവിൻ്റെ സന്തോഷവും ഇല്ലാതാക്കി. ഈ ഭൂമിയിൽ ജീവിക്കാൻ, സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ കഴിയാൻ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശമുണ്ട്. ഒരു കുഞ്ഞു പക്ഷിയാണെങ്കിലും ഒരു കുഞ്ഞു ചെടിയാണെങ്കിലും. കഥ ഇഷ്ടമായോ? ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. കഥ നന്നായിട്ട് വായിക്കണം. വരികൾക്കിടയിൽ ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്. നിന്റെ ഓരോ ഇതളും എനിക്ക് പൂവാണ്. ആരാണിങ്ങനെ പറഞ്ഞത്? ഏത് സന്ദർഭത്തിൽ? ആരാണ് പറഞ്ഞത്? വാനമ്പാടി അല്ലേ. ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത്? കൂട്ടിലടയ്ക്കപ്പെട്ട സമയത്താണ്. വിശാലമായ ആകാശത്ത് സ്വതന്ത്രമായി പറന്നു നടന്ന വൻമരങ്ങളിൽ ചിറകൊതുക്കി വിശ്രമിച്ച വാനമ്പാടിയുടെ ലോകം ഇപ്പോൾ ഒരു കൂട്ടിലേക്ക് ഒതുക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ. അതിൻ്റെ ആകാശവും മരങ്ങളും പൂക്കളുമെല്ലാം ആ കൂടും പുൽച്ചെടിയും കുഞ്ഞു പൂവും മാത്രമായി. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പ്രകൃതി പാഠങ്ങൾ. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ്. കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയുടെ സൗന്ദര്യവും. ഡെയ്സി ചെടി എന്ന പാഠത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരവും കാണാം. ഈ 3 പാഠങ്ങളെ അടിസ്ഥാനമാക്കി പ്രകൃതി പാഠങ്ങൾ എന്ന ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം ഇതാണ്: പ്രകൃതി പാഠങ്ങൾ. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ കലവറയാണ്. പച്ച വിരിച്ച പാടങ്ങളും ശാന്തമായി ഒഴുകുന്ന പുഴയും നീലമലകളും
ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന മരങ്ങളും പക്ഷികളും പൂക്കളും മൃഗങ്ങളുമെല്ലാം നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദവും മനസ്സിന് കുളിർമയും നൽകുന്നു. എഴുത്തുകാരുടെയും പ്രചോദനം പ്രകൃതി സൗന്ദര്യം തന്നെയാണ്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ പൂക്കൾ പ്രകൃതിയെ സുന്ദരമാക്കുന്നതെങ്ങനെയെന്ന് കവി നമുക്ക് പറഞ്ഞു തരുന്നു. മുല്ലയും മുക്കുറ്റിയും ജമന്തിയുമെല്ലാം മണ്ണിൻ്റെ മക്കളായി പിറക്കുന്നു. ചൂടിൽ വാടാതെയും ഇരുട്ടിലും പുഞ്ചിരിച്ചും അവ മണ്ണിൻ്റെ സ്വപ്നവും പ്രതീക്ഷകളുമാകുന്നു. ഉണങ്ങിക്കരിഞ്ഞ കാടിന് കന്നിമഴ യൗവനം നൽകുന്നതെങ്ങനെയെന്ന് കാട്ടിലെ മഴ എന്ന ലേഖനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഓരോ ജീവിതവും പ്രധാനമാണെന്നും പരസ്പര സ്നേഹമാണ് പ്രകൃതിയെ നിലനിർത്തുന്നത് എന്നും ഡെയ്സി ചെടി എന്ന കഥയിലൂടെ നാം തിരിച്ചറിയുന്നു. പ്രകൃതി നമുക്ക് ലഭിച്ച അമൂല്യമായ സമ്മാനമാണ്. അതിൻ്റെ സൗന്ദര്യം കുറയ്ക്കുന്ന ഒരു പ്രവർത്തനവും നാം ചെയ്യരുത്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഭൂമിയില്ലാതെ മനുഷ്യന് ജീവിതം സാധ്യമല്ല. ഇങ്ങനെ പ്രകൃതിയെക്കുറിച്ചും പാഠങ്ങളെക്കുറിച്ചും പിന്നെ ഒരു കൺക്ലൂഷൻ, അങ്ങനെ 3 പാരഗ്രാഫായിട്ടാണ് ലഘു ഉപന്യാസം തയ്യാറാക്കേണ്ടത്. പിന്നെ കുറച്ച് അർത്ഥം: അനുഗ്രഹീതം, അനുഗ്രഹിക്കപ്പെട്ട; ആർഭാടം, ആഡംബരം; മാർദ്ദവം, മിനുസം; വിലാപം, കരച്ചിൽ; സാന്ത്വനം, ആശ്വസിപ്പിക്കൽ; അഭിമുഖം, മുഖത്തിനു നേരെ; പാതയോരം, വഴിയരിക്. വിപരീത പദങ്ങൾ: പ്രഭാതം, പ്രദോഷം; സുഗന്ധം, ദുർഗന്ധം; ആർഭാടം, അനാർഭാടം; അസ്തമയം, ഉദയം; സ്വാതന്ത്ര്യം, പാരതന്ത്ര്യം. വിഗ്രഹിക്കുക അല്ലെങ്കിൽ പദം വികസിപ്പിക്കുക എന്നും പറയും. വെള്ളിയുടുപ്പ്, വെള്ളി നിറമുള്ള ഉടുപ്പ്; സ്വർണഹൃദയം, സ്വർണം പോലെയുള്ള ഹൃദയം; നീലാകാശം, നീലയായ ആകാശം; ഇരുമ്പഴി, ഇരുമ്പ് കൊണ്ടുള്ള അഴി. പര്യായ പദങ്ങൾ: പൂന്തോട്ടം, ആരാമം, ഉദ്യാനം, ഉപവനം; സൂര്യൻ, രവി, അർക്കൻ, ആദിത്യൻ; പ്രഭാതം, കാല്യം, പുലരി, വിഭാതം; ശരീരം, ദേഹം, തനു, മേനി. പിരിച്ചെഴുതുക: താഴെ ഇറങ്ങി, താഴെ പ്ലസ് ഇറങ്ങി; മനോഹരമായ, മനോഹരം പ്ലസ് ആയ; പാതയോരം, പാത പ്ലസ് ഓരം; വെള്ളമില്ല, വെള്ളം പ്ലസ് ഇല്ല. പിന്നെ കുറച്ച് ചോദ്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നിന്നും. ഡെയ്സി ചെടി മുളച്ചു വന്നതെവിടെ? ഒരു കുഴിയുടെ വക്കത്ത് പച്ചപ്പുല്ലുകൾക്കിടയിലായി. പാട്ടുപാടി നൃത്തം ചെയ്ത വാനമ്പാടി സ്വയം പറഞ്ഞതെന്താണ്? ഉത്തരം: എന്ത് മാർദ്ദവമുള്ള പുല്ല്! സ്വർണഹൃദയവും വെള്ളിയുടുപ്പുമുള്ള എത്ര മനോഹരമായ കൊച്ചുപൂവ്! ഇതാണ് പറഞ്ഞതല്ലേ. 3-ാമത്തേത്: പൂന്തോട്ടത്തിലെ മറ്റു പൂക്കൾക്ക് ഡെയ്സി പൂവിനോട് കോപവും അസൂയയും തോന്നാൻ കാരണമെന്ത്? വാനമ്പാടി ഡെയ്സി പൂവിനരികിൽ ചെന്ന് അതിന് ഉമ്മ കൊടുത്തു. ഇങ്ങനെ തങ്ങൾക്ക് ലഭിക്കാത്ത സൗഭാഗ്യം ഡെയ്സി പൂവിന് കിട്ടിയത് കൊണ്ടാണ് മറ്റു പൂക്കൾക്ക് അസൂയയും കോപവും തോന്നിയത്. കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷി എന്തൊക്കെ ഓർത്താണ് വിലപിച്ചത്? സ്വതന്ത്രവും ആഹ്ലാദകരവുമായ സഞ്ചാരത്തെക്കുറിച്ചും പച്ച വയലിലെ ധാന്യമണികളെക്കുറിച്ചും ഓർത്താണ് പക്ഷി വിലപിച്ചത്. വാനമ്പാടി ഡെയ്സിപ്പൂവിനോട് പറഞ്ഞതെന്താണ്? പാവം പൂവേ, നീയും ഇവിടെ കിടന്ന് കരിഞ്ഞു പോകുമല്ലോ. എനിക്കുണ്ടായിരുന്ന വലിയ ലോകത്തിനു പകരം നിന്നെയും ഈ പുൽത്തകിടിയെയും അവർ എനിക്ക് തന്നു. ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്. നിന്റെ ഓരോ ഇതളും എനിക്ക് ഓരോ പൂവാണ്. കഷ്ടം, എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇത്രയുമാണ്. പിന്നെ ഈ കഥ എഴുതിയത് ആൻഡേഴ്സൺ, ഹൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ എന്ന ഡാനിഷ് എഴുത്തുകാരനാണ് ഈ കഥ എഴുതിയത്. ഡെൻമാർക്കിലാണ് അദ്ദേഹം ജനിച്ചത്. അഗ്ലി ഡക്ലിംഗ് എന്നുള്ള കുട്ടികൾക്കുള്ള കഥ ഇദ്ദേഹത്തിൻ്റെതാണ്. ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയുമായി.